പ്രിയ കലാസ്നേഹികളെ, അടുത്ത ഒരു ബെല്ലോടുകൂടി കഥകളി എന്ന കലാരൂപത്താൽ ഒരു ഗ്രാമത്തെ അനുഗ്രഹീതമാക്കിയ പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായരെന്ന മടവൂരാശാന്റെ ജന്മം കൊണ്ട് ധന്യമായ മടവൂർ എന്ന ചെറുഗ്രാമത്തിലെ LP സ്കൂളിലെ കുരുന്നുകൾ അവതരിപ്പിക്കുന്ന കളിവണ്ടി എന്ന നാടകത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. നാടകരചന, ഗാനങ്ങൾ, സംവിധാനം അബുമാഷ് കോഴിക്കോട്. ഈ കുട്ടികൾ ചിറകൊരുക്കുന്നത് നാടകവേദിയിലേക്ക് പറന്നുയരാനാണ്. മടവൂർ ഗവൺമെന്റ് LPSലെ ഈ കുഞ്ഞു നടീനടന്മാർ ഇതിനകം പല വേദികൾ കീഴടക്കി കഴിഞ്ഞു. ആദ്യ നാടകം കളിവണ്ടി സീസൺ 1 32 വേദികൾ കളിച്ചു. 2025 കളിവണ്ടി സീസൺ 2 ഇതുവരെ 19 വേദികൾ പിന്നിട്ടു. നാടകം തുടങ്ങുകയാണ്. 57 ഓണത്തുമ്പികൾ ചിറകടിച്ചുയരുന്നു. 1 മണിക്കൂർ 42 മിനിറ്റ്. സദസ്സ് നിശ്ചലമാകുന്നു. സന്തോഷായി. എന്നെ പോലുള്ള മുത്തശ്ശിമാര് കഥ പറഞ്ഞു പറഞ്ഞു അത്രമേൽ ഈ കുട്ടികൾ നിങ്ങളെ നാടകത്തിലേക്ക് വലിച്ചിടും. ഞാൻ 2024-25 അധ്യയന വർഷം ആണ് ഈ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സായിട്ട് ചാർജ് എടുക്കുന്നത്. അപ്പോൾ ഈ സ്കൂളിൽ വന്നതിന് ശേഷം ഇവിടെ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് കളിവണ്ടി. അതായത് കഴിഞ്ഞ വർഷം ആരംഭിച്ച ഈ പരിപാടി അതേപോലെ അതിലും കുറച്ചുകൂടി നന്നായിട്ട് മുന്നേറിക്കൊണ്ട് പോകാനായിട്ട് ഈ വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതെനിക്ക് വളരെ അഭിമാനമുണ്ട്. PJ ആന്റണിയും തിലകനും NN പിള്ളയും ഒക്കെ നിറഞ്ഞാടിയ വേദിയാണിത്. പ്രശസ്തരും അല്ലാത്തവരുമായ ആയിരക്കണക്കിന് നാടക പ്രവർത്തകർ. പലരും ഈ കലയ്ക്കു വേണ്ടി ജീവിതം ഹോമിച്ചവരാണ്. ഇവരുടെ കൂടി സൃഷ്ടിയാണ് ആധുനിക സാംസ്കാരിക കേരളം. അക്കാദമിക പ്രവർത്തനങ്ങളിലെ തിയേറ്റർ സാധ്യതകൾ എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായാണ് നമ്മുടെ വിദ്യാലയമായ മടവൂർ ഗവൺമെൻറ് LPS കളിവണ്ടി എന്ന് പറയുന്ന ഒരു നാടകവുമായി മുമ്പോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കളിവണ്ടി സീസൺ 2 ആണ്. ഇതിനു മുമ്പ് സീസൺ 1 നിർവഹിച്ചിരുന്നു. വിദ്യാലയം എന്ന് പറയുന്നത് കേവലം അറിവ് പകരുന്ന ഒരിടം മാത്രമല്ലെന്നും മറിച്ച് അതിനപ്പുറം അതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണെന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ വിദ്യാലയത്തിനുണ്ട്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ അക്കാദമിക മാസ്റ്റർ പ്ലാനിലെ മിഷനുകളിൽ ഒന്ന് തന്നെ വിദ്യാലയം ഒരു സാംസ്കാരിക കേന്ദ്രം എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ അർത്ഥത്തിലുള്ള ഒരു പ്രോഗ്രാം ഏറ്റെടുത്തിട്ടുള്ളത്. KPACയും കാളിദാസ കലാകേന്ദ്രവും പോലെ നൂറുകണക്കിന് സമിതികൾ ഇവിടെ നിന്ന് കയ്യടി വാങ്ങിപ്പോയി. ചിലത് പെയ്തൊഴിഞ്ഞു, ചിലത് ഇന്നും നിറഞ്ഞൊഴുകുന്നു. അഭിനയിച്ച് പാകപ്പെട്ടവർ പതഞ്ഞൊഴുകുന്ന ആ നദിയിലെ ചെറുതുള്ളികളാകാൻ കളിവണ്ടിയിലേറി ഈ കുരുന്നുകൾ വരുന്നു. നമ്മുടെ മത്സരങ്ങൾ എടുത്താൽ പോലും UP തലം മുതലാണ് നാടക മത്സരങ്ങളുള്ളത്. കുട്ടികൾക്ക് നാടകം, കൊച്ചുകുട്ടികൾക്ക്, പ്രൈമറിയിലെ കുട്ടികൾക്ക് നാടകം കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയത്തിൽ നമ്മളെല്ലാം നിൽക്കുമ്പോഴാണ് 3ാം ക്ലാസ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളെ കൊണ്ട് ഏറ്റവും മികവുറ്റ രീതിയിൽ 1.5 മണിക്കൂർ നീളുന്ന ഒരു നാടക പരമ്പര എന്ന് തന്നെ പറയാം. കാരണം കളിവണ്ടിയുടെ 2ാം സീസണാണ് ഇപ്പോൾ അരങ്ങുകൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. സർഗാത്മകത പൂക്കുന്ന ആരാമങ്ങളാകണം ഓരോ സ്കൂൾ മുറ്റവും. ഇവിടെ ഈ സ്കൂൾ അങ്കണം വിവിധ ദിഷണകൾ മൊട്ടിടുന്ന ഒരു പൂന്തോട്ടമാണ്.
മടവൂർ ഗവൺമെൻറ് LPS ആണിത്. ഈ സ്കൂളിലെ 57 കുരുന്നുകളാണ് നാടകം കളിക്കുന്നത്. 2 വർഷം മുൻപാണ് ഒരു കോഴിക്കോടൻ നാടകമണം ഈ സ്കൂൾ മുറ്റത്ത് പരക്കുന്നത്. 2 വർഷം മുൻപ് സ്കൂളിൽ നടത്തിയ വേനൽ കൂടാരം എന്ന മധ്യവേനൽ അവധി ക്യാമ്പിലാണ് കോഴിക്കോട് അബൂബക്കർ എന്ന അബുമാഷ് കുട്ടികൾക്ക് നാടകം പരിചയപ്പെടുത്താൻ എത്തുന്നത്. അദ്ദേഹമാണ് കളിവണ്ടി എന്ന നാടക സമിതി ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. നാടകം എന്ന സങ്കേതത്തിലൂടെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു മാറ്റം, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ ബിഹേവിയറിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതാണെന്ന് എല്ലാ രക്ഷിതാക്കളും പറയാറുണ്ട്. അതിന് നേരിട്ട് അനുഭവസ്ഥനാണ് ഞാനും. തിയേറ്റർ ഒരു അപാര സാധ്യതയാണ്. ഒരു കലാകാരന് സ്വയം വെളിപ്പെടാൻ തിയേറ്റർ പോലെ മറ്റൊരു മാധ്യമമില്ല. പഠനത്തിലെ തിയേറ്റർ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തുടക്കത്തിൽ ക്ലാസ് റൂമുകളിൽ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വേനൽ കൂടാരം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന സമ്മർ വെക്കേഷൻ ക്യാമ്പുകളിൽ തിയേറ്റർ ഗെയിമുകളും അത്തരം അതിൻ്റെ നാടകത്തിൻ്റെ എലിമെൻസും ഒക്കെ ഉൾച്ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടക്കത്തിൽ നടത്തിയിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് സമൂഹത്തോട് സംവദിക്കാൻ ഏറ്റവും പറ്റിയ ഒരു അവസരമാണ് നാടകം എന്ന സങ്കേതം. തിയേറ്റർ സാധ്യതകൾ കുട്ടികൾക്ക് പകർന്നു നൽകാൻ പ്രശസ്ത നാടക പഠന കേന്ദ്രമായ വെഞ്ഞാറമൂട് രംഗപ്രഭാതിൻ്റെ സമ്മർ ക്യാമ്പുകളിൽ കുട്ടികളെ തുടർച്ചയായി 2 വർഷം പങ്കെടുപ്പിച്ചു. അക്കാദമിക് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികൾക്ക് മുന്നേ നടന്നു. കുട്ടികൾ പഠിക്കുന്ന, അവർ മനസ്സിലാക്കുന്ന ആശയങ്ങൾ പൊതുസമൂഹത്തിന് കൂടി പങ്കുവയ്ക്കുക എന്നുള്ള ഒരു ഉയർന്ന തലം, പൊതുസമൂഹത്തിൻ്റെ ഒരു ആസ്വാദന തലത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ പഠിക്കുന്ന ആശയങ്ങൾ സമൂഹത്തിന് കൂടി കൈമാറുക എന്ന ഒരു വിശാലമായ കാഴ്ചപ്പാട് കൂടി ഈ പ്രോജക്റ്റിന് പിന്നിലുണ്ട്. കളിവണ്ടി സീസൺ 2 കുട്ടികൾ അവതരിപ്പിക്കുന്ന മുതിർന്നവർക്ക് വേണ്ടിയുള്ള നാടകമാണ്. വ്യക്തിജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ നാം ഓരോരുത്തരും പുലർത്തേണ്ട ജാഗ്രതകളെക്കുറിച്ച് ഈ നാടകം നമ്മെ ബോധവൽക്കരിക്കുന്നു. നാടകത്തിലെ 1-ാം ഭാഗം ലഹരി ഉപയോഗത്തിൻ്റെ ഭവിഷ്യത്തുകൾ, ലഹരിയേക്കാളും വലിയ ലഹരിയായി മാറുന്ന മൊബൈൽ അഡിക്ഷൻ, പരിസ്ഥിതി എന്നിങ്ങനെയാണെങ്കിൽ 2-ാം ഭാഗം പെറ്റമ്മ നാവിലിറ്റിച്ചു തന്ന മാതൃഭാഷ മലയാളത്തെക്കുറിച്ചാണ്. ഈ വർഷം മലയാള ഭാഷയിൽ പദ്യസാഹിത്യം പ്രമേയമായിക്കൊണ്ട്, അതായത് മലയാള ഭാഷയിലെ പ്രധാനപ്പെട്ട കവികൾ അവരുടെ സൃഷ്ടികൾ മനസ്സിലാക്കുന്നതിനും അതുപോലെ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ സ്കൂളിന് സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള കാര്യമാണ് അവർ നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. മലയാള ഭാഷയുടെ രൂപീകരണം മുതൽ എഴുത്തച്ഛനും ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരും തുടങ്ങി ആശാനും പിയും ചങ്ങമ്പുഴയും വരെ നെഞ്ചേറ്റി നിർമ്മിച്ച മലയാള കാവ്യശില്പങ്ങളിലൂടെ നാടകം കടന്നുപോകുന്നു. 2-ാം ഭാഗം ഒരു കാവ്യ നാടകമാണ്. അതായത് മലയാള ഭാഷ, സാഹിത്യ, ചരിത്രത്തെ മൊത്തത്തിൽ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു കാവ്യ നാടകമാണ്. നാടകം എന്ന് പറയുന്ന കലകളുടെ മാതാവാണ്, നമുക്കറിയാം. അപ്പോൾ ആ അർത്ഥത്തിലുള്ള കഥയും പാട്ടും എല്ലാം ചേർന്നുകൊണ്ടുള്ള, നൃത്തവും എല്ലാം ചേർന്ന് വരുന്ന വളരെ ഹൃദ്യമായ ഒരു പ്രോഗ്രാമാണ് കളിവണ്ടി. ന്യൂജൻ രക്ഷിതാക്കൾക്ക് അമ്മ മലയാളത്തിൻ്റെ മധുരം നുണയാനുള്ള ഒരു അപൂർവ അവസരം കൂടിയാണ് ഈ നാടകം. വിദ്യാഭ്യാസം സർഗാത്മകമാകേണ്ടത് പ്രൈമറി ക്ലാസ്സുകളിലാണ്. അവിടെ മുട്ടിടുന്നതാണ് പിന്നീട് പൂവായി വിടർന്ന് പരിലസിക്കുന്നത്. മടവൂർ ഗവൺമെൻറ് LPS കേരളത്തിനാകെ മാതൃകയാണ് അക്കാര്യത്തിൽ. 57 കുട്ടികൾ പങ്കെടുക്കുന്ന നാടകത്തിൽ ഒതുങ്ങുന്നില്ല ഈ മാതൃക. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ LSS നേടിയ സ്കൂൾ, സംസ്ഥാന സർക്കാരിൻ്റെ ജൈവ വൈവിധ്യ പുരസ്കാരം നേടിയ സ്കൂൾ, ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ 1-ാം സ്ഥാനം നേടിയ സ്കൂൾ. പട്ടിക നീളുകയാണ്. കൂടാതെ തന്നെ ഈ വർഷം ഒട്ടേറെ പുരസ്കാരങ്ങൾ നമ്മളെ തേടിയെത്തുകയുണ്ടായി. അതിലൊന്ന് കേരള ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ഏറ്റവും നല്ല ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ സ്കൂളിനുള്ള ബഹുമതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവകളിൽ നിന്ന് നമുക്ക് കരസ്ഥമാക്കി. അതുകൂടാതെ മാതൃഭൂമി സീഡിൻ്റെ ഈ വർഷം 4 പുരസ്കാരങ്ങൾ ആണ് നമ്മുടെ സ്കൂളിനെ തേടിയെത്തിയത്. മനോരമ നല്ല പാഠം പുരസ്കാരവും ലഭിച്ചു. നമ്മുടെ PTA അംഗങ്ങളും
മുൻ PTA അംഗങ്ങൾ, ഇവിടെ നിന്ന് റിട്ടയർ ആയി പോയിട്ടുള്ള പ്രഥമാധ്യാപകരും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും സമൂഹവും നാട്ടുകാരും എല്ലാം ഒരുമിച്ച് ചേർന്ന് നിന്ന് ഈ സ്കൂൾ പ്രവർത്തിക്കുന്ന സ്കൂളാണ് നമ്മുടെ സ്കൂൾ. അതുകൊണ്ടാണ് ഈ ഇത്തരം നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത്. അതിൻ്റെ പ്രഥമ അധ്യാപികയായി ഇരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അത്ഭുതങ്ങൾ അശ്രാന്ത പരിശ്രമത്തിൻ്റെ കൈകളാണ്. ഇവിടെ ഈ സ്കൂൾ ഇങ്ങനെയായി തീർന്നതല്ല. കൃത്യമായ പദ്ധതികളോടെ ആത്മാർപ്പണത്തിൻ്റെ ആൾരൂപങ്ങളായ ഒരു സംഘം അധ്യാപകർ മുന്നോട്ട് വെക്കുന്ന പദ്ധതികളെ നടപ്പിലാക്കാൻ അവർക്കു മുന്നേ ഓടുന്ന PTA-യും 4ാം ക്ലാസ് കഴിഞ്ഞത് മറന്നുപോയ പൂർവ്വ വിദ്യാർത്ഥികളും ഈ സ്കൂൾ നാടിൻ്റെ സ്വത്താണ് എന്ന് ബോധ്യമുള്ള നാട്ടുകാരും ആധുനിക വിദ്യാഭ്യാസ പദ്ധതികളെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെൻറ്റും എല്ലാം ചേർന്ന് നിർമ്മിച്ചെടുത്തതാണ്. പിന്നെ കൃഷി, മറ്റ് സ്കൂളുകളിലൊന്നും ഇല്ലാത്ത മറ്റൊരു ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് ഈ സ്കൂളിലേത്. കൃഷി പാഠം 1 പാഠത്തേക്ക് എന്നുള്ള പ്രവർത്തനം നിരവധി വർഷങ്ങളായിട്ട് നമ്മൾ നടത്തി വരുന്ന പ്രവർത്തനമാണ്. ഈ വർഷവും നടന്നു. ഒരു സ്വകാര്യ വ്യക്തിയുടെ വയല് കൃഷി ഭൂമി നമ്മൾ എടുത്തുകൊണ്ട് അവിടെ നെൽകൃഷി, ഇപ്പോൾ അന്യം നിന്ന് പോയിട്ടുള്ള ചെന്നെല്ല് എന്ന പേരുള്ള ഒരു നെൽവിത്താണ് ഇപ്പോൾ നമ്മൾ വിതച്ചത്. അതിൻ്റെ വിളവെടുത്ത് കഴിഞ്ഞു. അതുകൂടാതെ പാടങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള വിളവുകൾ കൃഷി ചെയ്ത് നമ്മുടെ ഉച്ചഭക്ഷണത്തിന് അവിടെ വിളവ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്കൂൾ വളപ്പിൽ ധാരാളമായിട്ട് പച്ചക്കറി കൃഷി ചെയ്തു വരുന്നു. ഇപ്പോൾ തന്നെ സ്കൂൾ അവസാനിക്കാറായ ഈ ഒരു അധ്യയന വർഷം അവസാനിക്കാറായ സാഹചര്യത്തിലും നമ്മൾ വിളവെടുക്കാനായിട്ട് ഇനിയും ചീര കൃഷി ചെയ്തിട്ടുണ്ട് വിശേഷിക്കുന്നു. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ PTA അംഗങ്ങൾ ഒരിക്കലെങ്കിലും മടവൂർ ഗവൺമെൻറ് LPS സന്ദർശിക്കണം. കുഞ്ഞിക്കൈകൾ നട്ടുവളർത്തിയ ചീരയും പാവലും പയറും ഉൾപ്പെടുന്ന മനോഹരമായ ഈ കൃഷിത്തോട്ടം മുതൽ വലിയ അത്ഭുതങ്ങൾ ഈ മലയാളം സർക്കാർ പള്ളിക്കൂടം നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. മധ്യവേനലവധിയിൽ ആരവങ്ങൾ ഒഴിഞ്ഞ സ്കൂൾ മുറ്റത്ത് കുഞ്ഞുങ്ങളെയും കാത്ത് മധുരമാമ്പഴങ്ങളുമായി ഈ മുത്തശ്ശിമാവ് കാത്തിരിക്കുന്നു.